ഇൻവെസ്റ്ററെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL കളിച്ചേക്കില്ല എന്ന വാർത്തകളാണ് ഒരു സമയത്ത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അതിന്റെ ഫസ്റ്റ് ടീം ഓപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതിനു പുറമെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആക്റ്റീവായ വാർത്തകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒഡീഷയിൽ നിന്നും അമരീന്ദരുമായിട്ട് നമ്മൾ അഡ്വാൻസ് സ്റ്റോക്കിലാണ് എന്നൊക്കെ വാർത്തകൾ വന്നു കഴിഞ്ഞു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ വ്യക്തമാകുമായിരിക്കും. ഇൻവെസ്റ്ററുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. IBS ഗ്രൂപ്പ് 60 കോടി മുതൽ 80 കോടി വരെയൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ആ ഒരു തുക മതിയാകില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ടേക്ക് ഓവർ അല്ല, മറിച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു തുക IBFന് ഓഫർ ചെയ്യാൻ സാധിച്ചാൽ IBFുമായിട്ട് നിലവിലത്തെ മാനേജ്മെന്റ് കൈകോർത്ത് അടുത്ത സീസൺ അവർ റൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്തേക്കുക.